പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന അഖ്നൂർ മേഖലയിൽ വെടിവെപ്പ്. ഒരു അതിർത്തി രക്ഷാസേനാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ച് കോട്ടയം മീനച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ക്യാമ്പിന്റെ ഭാഗമായി മാനസികോല്ലാസ പരിപാടികളും പ്രാഥമിക പരിശോധനകളും സൗജന്യ മരുന്നു വിതരണവും സംഘടിപ്പിച്ചു. ബൈക്കിന് തകരാറാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. വിയൂർ സ്വദേശി സുജിത്ത് സുരേന്ദ്രൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി. തൃശൂർ നെല്ലുവായിലുള്ള രുദ്ര ബജാജ് ഉടമയ്ക്കെതിരെയും മണ്ണൂത്തിയിലെ ഗ്രാൻഡ് മോട്ടോഴ്സ് ഉടമയ്ക്കെതിരെയും പൂനെയിലെ ബജാജ് ഓട്ടോ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർക്കെതിരെയുമാണ് വിധി. തൃശൂർ പുത്തൻപീടിക ഇടവകയിലെ ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മാതാവിന്റെ ജന്മദിനം ആഘോഷിച്ചു. 8 നോമ്പിന്റെ സമാപനവും നടത്തി. പരിപാടി SFO കണ്ടശാം കടവ് റീജിയൻ പ്രസിഡന്റ് PD ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പൈക മനസ്സ് ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു. മാണി സി കാപ്പൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മനസ്സ് ട്രസ്റ്റ് പ്രസിഡന്റ് ജോർജ് മാത്യു പുതിയിടം അധ്യക്ഷത വഹിച്ചു. തൃശൂർ മണലൂർ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു.